ഹായ്, ഞാൻ സുബിൻ വി ആർ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ വർഷം മുതൽ ന്യൂ ടാക്സ് റെജീമാണ് ഡിഫോൾട്ട് റെജീമായിട്ട് വരുന്നത്. അതുമാത്രമല്ല, ന്യൂ ടാക്സ് റെജീം വളരെ അട്രാക്റ്റീവുമാണ്. പക്ഷേ പലരുടെ കേസിലും ഒരുപാട് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. 80C ഡിഡക്ഷൻസ് 1.5 lakhs പലർക്കും ഫുള്ളായിരിക്കും. മെഡിക്കൽ ഇൻഷുറൻസ് സെക്ഷൻ 80Dയിലെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം. ചിലരൊക്കെ ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം സെക്ഷൻ 80G പ്രകാരം. ചിലർക്കൊക്കെ മറ്റ് ചില ഡിഡക്ഷൻസ് 80DDB അല്ലെങ്കിൽ 80U അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. പലർക്കും ഹൗസിംഗ് ലോണുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പലരും കൺഫ്യൂസ്ഡ് ആണ്. അതായത് ന്യൂ റെജീമാണോ അല്ലെങ്കിൽ ഓൾഡ് റെജീമാണോ അവർക്ക് ബെറ്റർ എന്നുള്ള കാര്യത്തിൽ. ഒരു ഇൻകം ടാക്സ് ന്യൂ റെജീം ഓൾഡ് റെജീമിൻ്റെ ഒരു കമ്പാരിസൺ ടൂളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. റെസിഡൻ്റ് ആയ സീനിയർ സിറ്റിസൺ അല്ലാത്ത ഒരാളുടെ കേസിലാണ് ഈ ഒരു ടേബിൾ അപ്ലിക്കബിൾ ആവുന്നത്. ആദ്യത്തെ കോളം നിങ്ങളുടെ വരുമാനമാണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റെജീം പ്രകാരം എത്രയാണ് നിങ്ങൾക്ക് ടാക്സ് വരുന്നത് എന്നാണ്. മൂന്നാമത്തെ കോളം ഓൾഡ് ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഡക്ഷൻ ഒന്നുമില്ലെങ്കിൽ എത്ര ടാക്സ് വരും എന്നാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ കോളം ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിഡക്ഷൻ, അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ എടുക്കാം. അതായത് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 5,50,000 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂ ടാക്സ് റെജീം പ്രകാരം പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. കാരണം 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. അപ്പോൾ 7 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കമ്പാരിസന് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ബൈ ഡിഫോൾട്ട് ന്യൂ ടാക്സ് റെജീം തന്നെ എടുക്കാവുന്നതാണ്. നമ്മുടെ ടേബിൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ ഐറ്റം 5,50,000 രൂപയാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജീം പ്രകാരം ടാക്സ് ഒന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ഡിഡക്ഷൻസ് ഒന്നുമില്ല എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23,400 രൂപയാണ് നിങ്ങൾക്ക് ടാക്സ് വരുന്നത്. പക്ഷേ 50,000 രൂപയുടെ ഡിഡക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ് ഇൻകം, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിട്ട് കുറയും. 5 ലക്ഷം രൂപയായിട്ട് കുറയുമ്പോൾ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീം പ്രകാരം 0 ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ ഡിഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യൂ ടാക്സ് റെജീമിൻ്റെ അത്രയ്ക്ക് ടാക്സ് ആവാനായിട്ട് ഓൾഡ് ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് എത്രത്തോളം ഡിഡക്ഷൻ വേണം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ എടുക്കാം. 8 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനം. ന്യൂ ടാക്സ് റെജീമിൽ 36,400 രൂപയാണ് നിങ്ങൾക്ക് ടാക്സ് വരുന്നത്. ഇനി ഓൾഡ് ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിഡക്ഷനും ഇല്ലെങ്കിൽ 75,400 രൂപയാണ് നിങ്ങൾക്ക് ടാക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഈവൻ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,87,500 രൂപയാണ്. അതായത് 1,87,500 രൂപയുടെ ഡിഡക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റെജീമിൻ്റെ 36,400 രൂപയിലേക്ക് എത്തും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 1,87,500 രൂപയിൽ കൂടുതൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ ടാക്സ് റെജീം എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്നർത്ഥം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 12 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനം എങ്കിൽ 93,600 രൂപയാണ് ന്യൂ ടാക്സ് റെജീം പ്രകാരം ടാക്സ് വരുന്നത്. ഓൾഡ് ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ 1,79,400 രൂപയാണ് ടാക്സ് വരുന്നത്. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ. ഇനി ന്യൂ ടാക്സ് റെജീമായിട്ട് ടാലി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3,12,500 രൂപയുടെ ഡിഡക്ഷൻസ് വേണം. അത്രയും ഡിഡക്ഷൻസ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുക. ഇനി അതിൽ കൂടുതൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം ബെനിഫിഷ്യൽ ആവുന്നത്. അതായത് 3,12,500 രൂപയിൽ കൂടുതൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 93,600 രൂപയിൽ താഴെ പോകാനായിട്ട് സാധ്യതയുണ്ടെന്നർത്ഥം. 15 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ ന്യൂ ടാക്സ് റെജീം പ്രകാരം 1,56,000 രൂപയാണ് നിങ്ങളുടെ ടാക്സ് വരുന്നത്. ഓൾഡ് ടാക്സ് റെജീം പ്രകാരം നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഡിഡക്ഷൻ ഇല്ലെങ്കിൽ 2,73,000 രൂപയാണ് ടാക്സ് വരുന്നത്. അപ്പോൾ ന്യൂ ടാക്സ് റെജീമായിട്ട് ടാലി ആവാനായിട്ട് 3,75,000 രൂപയുടെ ഡിഡക്ഷനെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടാവേണ്ടതുണ്ട്. അത്രയും ഡിഡക്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് അവേ ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്യുക. അതല്ല, നിങ്ങളുടെ കയ്യിൽ അതിൽ കൂടുതൽ ഡിഡക്ഷൻ ഉണ്ട്, ഉദാഹരണത്തിന് 4 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം എടുക്കുക. തീർച്ചയായിട്ടും 1,56,000 രൂപയിൽ കുറവായിരിക്കും നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ആയിരിക്കാം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും ഏതാണ് ബ്രേക്ക് ഈവൻ ഡിഡക്ഷൻ എന്നാണ് നമ്മൾ അവസാനത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ബ്രേക്ക് ഈവൻ ഡിഡക്ഷൻസിൻ്റെ അത്രയ്ക്ക് തുക നിങ്ങളുടെ കയ്യിൽ കിഴിവായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല, നിങ്ങൾ ന്യൂ ടാക്സ് റെജീം തന്നെ എടുക്കുക.
മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.